രാജഗോപാൽ സാർ, നമ്മുടെ SSLC റിസൾട്ട് വന്നിരിക്കുകയാണല്ലോ, 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒക്കെ. അപ്പം 99.5% നമ്മുടെ സംസ്ഥാനത്തെ വിജയനിരക്ക്, വിജയ ശതമാനം എന്ന് പറയുന്നത്. അതിൽ തന്നെ 856 സ്കൂളുകൾക്ക് 100% വിജയം, 100 മേനി വിജയം നേടിയത് 856 സ്കൂളുകളാണ്. ഒരു ഒരു ഭാവിയിലേക്ക് ഒന്നിനും കൊള്ളാത്തവരായി നമ്മുടെ തലമുറയെ മാറ്റുന്നുണ്ടോ? ഒരൊറ്റ ചോദ്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേതു. ഇതിപ്പോ നമ്മളെ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതിയാണിത്. SSLCക്ക് 99% ഉറപ്പാണ്. 99% ഉറപ്പമാണ്. ബാക്കി പെർസെന്റ് ആ ചെറിയ പോയിന്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഒരിക്കലും അത് 99.7 8 വരെയൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് ശകലം കൂടെ ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം വന്നത് 99.5% കുട്ടികളും ജയിച്ചിരിക്കുകയാണ്. ആകെ കൂടെ പരാജയപ്പെട്ടെന്ന് പറയുന്നത് 0.5% കുട്ടികളാണ് പരാജയപ്പെട്ടത്. ഇതൊരു അപഹാസ്യ നാടകമാണ്. ഈ അപഹാസ്യ നാടകം എത്രയോ നാളുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ നിലവാരത്തെയും തകർത്തെറിഞ്ഞ് കളയുന്നതാണ്. ഞാൻ അതിനെ അത്തരത്തിലേ പറയുകയുള്ളൂ. തകർത്തെറിഞ്ഞ് കളയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടതാണതല്ല, അല്ലെ അവർക്ക് അതിന്റെ നേട്ടം ഉണ്ടാകേണ്ടതാണ്. അവരെ മുഴുവൻ ഇരുട്ടത്തേക്ക് തള്ളിവിടുന്ന ഒരു പരിഷ്കാരം കുറെ നാളുകളായി. എന്തെല്ലാം പേരുകളിലാണ് ഇത് ആവിഷ്കരിച്ചെന്നറിയാം. ഓരോരോ പേരുകൾ ആവിഷ്കരിച്ച് വെച്ചിരിക്കുക. അപ്പൊ നമുക്കറിയാം, നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കണ്ടിന്യൂസ്, അതായത് നിരന്തര മൂല്യനിർണയം എന്നൊരു ഏർപ്പാട് നടക്കുന്നു. അതിന് 20 മാർക്കാണ് നിരന്തര മൂല്യനിർണയത്തിന് കൊടുക്കുന്നത്. അതില് പ്രത്യേകിച്ച് അധ്യാപകരോട് പറഞ്ഞിരിക്കുന്നത് ഈ 20-ല് കഴിയുമെങ്കിൽ 20 തന്നെ ഞാൻ കൊടുക്കുക. ഇതിനകത്തില് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 19 ഉറപ്പായിട്ട് കൊടുത്തിരിക്കണം. അപ്പം ആദ്യത്തെ 20-ല് 19ഉം 20ഉം ഒക്കെ അവർ ആദ്യം കഴിഞ്ഞ് മേടിക്കും. അത് കഴിഞ്ഞാല് പിന്നീട് സ്കൂളില് SPC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിന് ബോണസ് മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്കൗട്ടിന് ബോണസ് മാർക്കുകളുണ്ട്. സ്പോർട്സ് ആർട്സ് ആക്ടിവിറ്റീസിന് കൊടുക്കുന്ന ഗ്രേസ് മാർക്കുകളുണ്ട്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള കുറച്ച് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഇതിപ്പോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ തമ്മിൽ ഭയങ്കര മത്സരമാണ്. കാരണം ഇത് കിട്ടിയാൽ മതി, കുട്ടികളെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് SPC, ഈ പറഞ്ഞുള്ള സ്കൗട്ടും സ്പോർട്സും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് രക്ഷപ്പെട്ടു. ഏതാണ്ട് ഒരു 20 ഈ ഗ്രേസ് മാർക്കൂടൊക്കെ വരുമ്പോ 20-30 മാർക്കിന് മുകളിലേക്ക് കുട്ടി ഇന്ന് കയറി വരികയാണ്. ഒന്നും ചെയ്യണ്ട, അവനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യം, അവൻ പരീക്ഷാ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അസഭ്യമാണെങ്കിൽ പോലും എന്നുള്ളൊരു മട്ടിലാണ് ഇപ്പം ചില വാല്യുവേഷൻ നോക്കുന്ന ചില അധ്യാപകർ പറയുന്നത്. അവൻ എന്തെങ്കിലും അതിൽ വരച്ചു വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും എന്തെങ്കിലും മാർക്ക് കൊടുത്തോണ്ടിരിക്കണം. എന്നാലോചിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങോട്ടാ പോകുന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ആലോചിച്ചു. അപ്പൊ ഉറപ്പായിട്ടും 100% എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജയിക്കുന്നതിന് ഏതാണ്ട് 10, 30, 35, 40 മാർക്കിലേക്ക് കുട്ടി ഇന്ന് കയറി വരികയാണ്. അവനൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഒരക്ഷരവും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞില്ലേ, ചില അധ്യാപകരൊക്കെ അവസാനം പറയാറുണ്ട്, റിട്ടയർ ചെയ്ത ശേഷമാണ് അവർ പറയുന്നത്, സ്വന്തം പേര് പോലും ശരിയായിട്ട് എഴുതാൻ അറിയാൻ വയ്യാത്ത ഒരു തലമുറയാണ് ഇറങ്ങി വരുന്നത്. നമ്മളതിനെ തമാശ പറ്റി കാണേണ്ട കാര്യമല്ലത്. നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ചു നാളും ഞാൻ ഒരു ഇതിനകത്ത് കണ്ടത്, സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ്. ഒരു SI വാഹന പരിശോധന നടത്തുകയാണ്. ആ സമയത്ത് ഹെൽമെറ്റ് വെക്കാതെ ഒരാൾ ഇങ്ങനെ വരുന്നു. ഹെൽമെറ്റ് വെക്കാതെ അവനെ തടഞ്ഞു നിർത്തി. പോലീസുകാരും എല്ലാവരും കൂടെ തടഞ്ഞു നിർത്തിയ ശേഷം അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു SI അടുക്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. SI ഉടൻ തന്നെ ബുക്കും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് SI അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. ഇവൻ അയാളെ മനഃപൂർവ്വം കളിയാക്കാൻ പറഞ്ഞതാണോ എന്തോ അറിയത്തില്ല, ലൈസൻസ് ഒന്നും അയാൾ നോക്കിയില്ല. ഇവൻ പറഞ്ഞു, എന്റെ പേര് പുണ്ടരീകാക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ പഴയ ഒരു പേരുണ്ടായിരുന്നു, പുണ്ടരീകാക്ഷൻ. ഇപ്പൊ അങ്ങനെയുള്ള പേരുകൾ, പുണ്ടരീകാക്ഷൻ, കോമളവല്ലി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അതാണ് എന്റെ പേരെന്ന് പറഞ്ഞു.
SI ഇവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ആ ശരി പൊക്കോളാൻ പറഞ്ഞു. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഇവൻ പോയ ശേഷം ഈ പോലീസുകാരനടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് സാറേ ഹെൽമെറ്റ് വെക്കാതെ വന്ന അവനെ എന്തിനാ സാറേ വിട്ടുകളഞ്ഞെന്ന് ചോദിച്ചു. SI പറയാ, അവൻ പറഞ്ഞ നീ കേട്ടില്ലേ, അവന്റെ പേര് പുണ്ടരീകാക്ഷൻ എന്നാണെന്ന്. എടാ ഇത് അവന്റെ പേരെഴുതാതെ എനിക്ക് പിന്നെ പെറ്റി അടിക്കാൻ പറ്റുമോ? നിനക്ക് ധൈര്യമുണ്ട് നീ ഒന്ന് എഴുതി കാണിച്ചേ അവന്റെ പേരെന്ന്. അതൊരു തമാശ ആണെങ്കിൽ പോലും, ഒരു തമാശ രൂപത്തിൽ ഏതോ ഇതിനകത്തിലാണ് ഞാനത് കണ്ടതെങ്കിലും അതിനോട് സമാനമായ അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത്. ഞാൻ പല പേപ്പറുകളും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ SLCക്ക് വരുന്നതും SLC 10ാം ക്ലാസ്സിൽ എഴുതിയതുമായ ചില പേപ്പറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു സെന്റൻസ് കൃത്യമായിട്ട് എഴുതാൻ അറിഞ്ഞുകൂടാ, ഭാഷ പ്രയോഗിക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികൾ ധാരാളമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മൂല്യം ഇവർ എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ പറയുന്നത് ഞങ്ങള് പിന്നെ +1 +2 ഒരുപാട് സീറ്റ് ബാക്കി കിടക്കുന്നു. +1 +2 സീറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വിജയ ശതമാനം കൂട്ടുന്നത്? അങ്ങനെ +1 +2 ചിലപ്പോൾ എയ്ഡഡ് സ്കൂളുകളോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അവരവരുടെ സ്വാധീനം കൊണ്ട് മേടിച്ചുള്ള സീറ്റുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും, ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അവരുടെ സീറ്റ് നിറച്ചു കൊടുക്കുക എന്നുള്ളതാണോ SLC പരീക്ഷയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്? ഒരു കുട്ടിക്ക് എന്തറിയാം, അതാണ് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ആദ്യം പരീക്ഷിച്ചു നോക്കേണ്ടത്. ഈ സങ്കടം ഈ വർഷങ്ങളായിട്ട് കേരളത്തിൽ തുടർന്ന ഈ പൊറാട്ട് നാടകവും ഇതിന്റെ സംഭവങ്ങളൊക്കെ കണ്ട ശേഷമാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ DPI ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു യോഗത്തിൽ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പരസ്യമായ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു മിനിമം മാർക്ക് വിഷയങ്ങൾക്ക് ഏർപ്പെടുത്താം. മിനിമം മാർക്ക് മതി. 100-ലാണെങ്കിൽ 10ഓ 15ഓ മാർക്ക് അവൻ വിഷയത്തിൽ നിന്ന് എഴുതിയെടുക്കണം, ആ സബ്ജക്റ്റിൽ നിന്ന് അവൻ എഴുതിയെടുക്കണം. എന്തെങ്കിലും ഒരു നോളജ്, അത്തരം കാര്യങ്ങൾ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമാക്കണമെന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. ഇന്നത്തെ കോലാഹലം നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. അദ്ദേഹത്തെ അന്ന് വാക്കുകൾ കൊണ്ട് കൊന്നില്ലെന്നുള്ളതേ ഉള്ളൂ. സംഘടനകൾ, അധ്യാപക സംഘടനകളും മറ്റ് ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ചില പ്രവർത്തകരെ എല്ലാവരും ഭയങ്കര ഗോഗ്വാവിളിയായിരുന്നു. ഇയാളാരാ ഇതൊക്കെ തീരുമാനിക്കാൻ? താനാണോ തീരുമാനിക്കുന്നത്? ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാരാണ്. വിദ്യാഭ്യാസ മന്ത്രിയും സത്യത്തിൽ ആദ്യത്തെ ഇതിനെ അനുകൂലിച്ചതാണ്. സബ്ജക്ട് മിനിമം വേണം എന്നുള്ളതിനെ അദ്ദേഹം അംഗീകരിച്ചതാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തു, നമുക്ക് അടുത്ത വർഷം തൊട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാം, ചെയ്യാമെന്നൊക്കെ പറയുകയും ചെയ്തതാണ്. എല്ലാവരും സന്തോഷിച്ചതാണ്. അന്നേരവും ഈ ഇത്തരം ചില പ്രോജക്റ്റുമായിട്ട് നടക്കുന്ന ചില സംഘടനാ നേതാക്കന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു വിഷമം. പക്ഷെ അവരാണ് സ്വാധീന ശേഷിയുള്ളത്. അവരുടെ തീരുമാനം, ഈ DPI പറഞ്ഞ നിർദ്ദേശം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി സപ്പോർട്ട് ചെയ്ത നിർദ്ദേശം അട്ടിമറിച്ചു കളഞ്ഞു. സബ്ജക്ട് മിനിമം ഇല്ല, സബ്ജക്ട് മിനിമം ഒന്നും വേണ്ട. ഈ മാതിരി പഴയ പോലെ മൂല്യനിർണ്ണയം നടത്തിയും SPC മറ്റേ പ്രോജക്റ്റുകളിലുള്ളവർക്ക് ബോണസ് മാർക്കും ഒക്കെ കൊടുത്ത് ഈ പരീക്ഷാ പേപ്പറിൽ പടം വരച്ച് വെക്കുന്നതിനെയൊക്കെ ജയിപ്പിച്ചു വിട്ടേക്കാൻ പറഞ്ഞു. എന്തിനാണ്? ഇനി ഇവൻ പരമാവധി ചെയ്യാൻ പോകുന്നത് +1 +2 വരെ അവർ എത്തുകയുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാലോ അവിടെയും കുറെ ജയിപ്പിക്കണം, അവിടെയും കുറെ പേരെ ജയിപ്പിച്ചു വിട്ടെങ്കിലല്ലേ പറ്റുള്ളൂ. കേരളത്തിലെങ്ങും പാരിയം കോളേജിലും ട്യൂട്ടോർ കോളേജും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു സേ പരീക്ഷ നടത്തിയിട്ട് ഏതാനും ദിവസങ്ങൾക്കകം ഇവരെ അടുത്ത തവണത്തിലേക്ക് ജയിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ കുട്ടികൾ ഇറങ്ങും. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പണി കിട്ടും? എന്തെങ്കിലും അറിയാം, ഭാഷ അറിയത്തില്ല, സബ്ജക്ട് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലാണ് ഈ അവസ്ഥ വളരെ ഭീകരമായിട്ട് നിലനിൽക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളെ കുറിച്ച് വളരെ മികവുള്ള അധ്യാപകരാണ് അവിടെ വരുന്നത്. PSCയുടെ പരീക്ഷയും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മികവുള്ള അധ്യാപകരാണ് വരുന്നത്. പക്ഷെ ഒന്നും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർ നിസ്സഹായരാണ്. ഒന്നാമത് കുട്ടികളില്ല. എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അവിടെയും നല്ല അധ്യാപകരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കുട്ടിയെ പോലും അവർക്ക് നഷ്ടപ്പെടുത്താനൊക്കത്തില്ല. അവിടെ ഡിവിഷൻ പോൾ ഉണ്ടാകും, കുട്ടികൾ കുറയും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാറിന്റെ ജോലി പോവും, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവരിൽ കുറച്ച് ആളുകൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു സാമ്പത്തിക ഏർപ്പാട് നടക്കുന്നുണ്ടല്ലോ. അവിടെ പറഞ്ഞ പോലെ വരുന്നവർക്കെല്ലാം അങ്ങനെ വലിയ മറ്റൊന്നും വേണം നിർബന്ധമില്ല. ചിലത്തൊക്കെ സത്യമാണ്, അവിടെ സാമ്പത്തികമാണ്.
ആ പണത്തിന്റെ എത്ര രൂപ എഴുതി എത്ര രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്നത് എന്നുള്ള ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം മിനിമം 50 ലക്ഷം രൂപയൊക്കെ ആണെന്നാണ് പറയുന്നത്. മിനിമം ഒരു അധ്യാപക തസ്തികയ്ക്ക് 50 ലക്ഷം രൂപയൊക്കെ ചില മാനേജിംഗുകൾ മേടിക്കുന്നതാണ്, സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രത്യേകിച്ച് കാര്യം? അവർക്ക് അവിടെ പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മൂല്യങ്ങളും, നമ്മളെ പഴയ തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ മൂല്യങ്ങളും ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ DPA സങ്കടത്തോടെ, അദ്ദേഹം വളരെ സങ്കടത്തോടാണ് പറഞ്ഞത്. ഇനിയെങ്കിലും അത്തരം ഒരു കാര്യങ്ങളുടെ ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ സർക്കാർ ശ്രമിച്ചാൽ അടുത്ത തലമുറയിലും രക്ഷിച്ചെടുക്കാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ഈ രീതിയിൽ സർക്കാർ ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഇന്ന് നമ്മളെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, NSS, ഇതിനൊക്കെ ഗ്രേസ് മാർക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടിക്ക് ഒരു ഇതില് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നില് പങ്കെടുക്കാൻ സാധിക്കൂ എന്നാണെങ്കിൽ പോലും സ്കൂളിന് ഇത്രയും സാധനങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ സ്കൂളിന് വർദ്ധിക്കുന്ന ഒരു വിജയ ശതമാനം വളരെ കൂടുതലാണ്. ഇന്ന് പൊതുവെ കുറവാണ്. ഓരോ സ്കൂളിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടാവും. അതിന് പുറമെയാണ് സ്പോർട്സിലും സ്റ്റേറ്റ് കലോത്സവം വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആർട്സിലും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ചെറിയൊരു ഗ്രേസ് മാർക്കും ഒക്കെ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രേസ് മാർക്കുകളൊക്കെ കുന്നുകൂടി കൊടുത്ത് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് അത് മറികടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം. അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അതിനുള്ള ഏറ്റവും ഉദാഹരണമായ ഒരു തെളിവാണ് ഈ 99.5% എന്നുള്ളത്. അവിടെയാണ് സാർ പറഞ്ഞ രാജഗോപാൽ സാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റ് സ്കൂളുകൾക്ക് +1, +2 സീറ്റുകൾ നിറയ്ക്കാനുള്ളതല്ല കുഞ്ഞുങ്ങളുടെ ഭാവി എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.